വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ. വചനം വചനം ദൈവത്തിൻ വചനം. വചനം വചനം ദൈവത്തിൻ വചനം. ആൻഡോ, ആ നീ എവിടെ പോയിരുന്നു? ഞാനേ ആ നമ്മുടെ സിറിലിന്റെ വീട് വരെ ഒന്ന് പോയിട്ടിരുന്ന വഴിയാ. ആ എന്താണ്? അത് അവനും ചേട്ടനും തമ്മിലേ ഒരു ചെറിയൊരു കശപിശ. ആ ബെർലിയാട്ടായിരിക്കും അല്ലേ? ആ നീ ഇതറിഞ്ഞിരുന്നോ? ഏയ് നീ ഇപ്പൊ പറഞ്ഞപ്പോഴല്ലേ ഞാൻ അറിഞ്ഞത്. ആ അല്ല, ഇതിപ്പോ ബെർലിയാണെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? പിന്നെ ഉണ്ടല്ലോ വേറെ രണ്ട് അനിയന്മാര്. ഇതേപോലത്തെ ഉടക്കും കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിലേ അത് അവൻ കാരണം ആയിരിക്കുള്ളൂ. പിന്നെ ഈ ബെന്നിയും ചാർലിയും കുഴപ്പക്കാരല്ല. വെള്ളിയുടെ മാറ്റ് മൂശയിലൂടെയും സ്വർണത്തിൻ്റെ മാറ്റ് ചൂളയിലൂടെയും എന്ന പോലെ മനുഷ്യൻ്റെ മാറ്റ് അവന് ലഭിക്കുന്ന പ്രശംസയിലൂടെ നിർണയിക്കപ്പെടുന്നു. സുഭാഷിതങ്ങൾ 27-ാം അധ്യായം 21-ാം വാക്യം. ആ കൊള്ളാം നിന്റെ കണക്കൂട്ടില്. ഒടുവിൽ എന്തായി? സിറിലേനോട് മാപ്പ് പറച്ചിലും കരച്ചിലും കെട്ടിപ്പിടിക്കലും ഒക്കെയായി ഈ ബെർലി. അല്ലേലും ഈ ഒച്ചപ്പാടും ബഹളവും വഴക്കുപാട്ടൊക്കെ നടക്കണവരേ ശുദ്ധ മനസ്സുള്ളവരായിരിക്കും. അല്ല നീ എന്താ വന്നത്? അത് ഇതുപോലൊരു കുഴപ്പം പിടിച്ച കേസാണ്. അത് നമുക്കൊന്ന് സോൾവ് ചെയ്യണം. അല്ല ഇതുപോലെന്ന് പറയുമ്പോ ആരടാ? എന്താ പ്രശ്നം? അതേ നീങ്ങ വന്നേ. എടാ കഴിഞ്ഞ ആഴ്ചയിലേ നമ്മുടെ സെബാസ്റ്റ്യൻ ചേട്ടനും ആ ജോസും തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായി. അല്ല അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ചെറിയ വഴക്കി തുടങ്ങിയതാണെങ്കിലും അവസാനം സാമാന്യം നല്ല ചീത്ത വിളിയിലും വെല്ലുവിളിയിലും ലേശം കയ്യാങ്കളിലൊക്കെ ആയിട്ടാണ് ഇത് അവസാനിച്ചത്. ആ അല്ല സംഭവ സ്ഥലത്ത് അപ്പം നീ ഇല്ലായിരുന്നോ? ഹേയ് ഞാനാ ജോർജും മൈക്കിളൊക്കെ പറഞ്ഞിട്ടാണ് അറിഞ്ഞത്. അല്ല എന്നിട്ടത് സോൾവ് ചെയ്തില്ലേ? ചെയ്യണം. സുഹൃത്തുക്കളെന്ന നിലയിൽ അതിന് നമ്മൾ തന്നെ മുൻകൈ എടുക്കണം. അല്ല അത് വേണം. പക്ഷേ ഒരാഴ്ചക്ക് മുമ്പെന്നൊക്കെ പറയുമ്പോൾ ഏതാണ് എന്താണെന്നൊക്കെ അറിയാതെ നമ്മൾ കയറി ഇടപെടണോ? ഛേ എന്ത് വർത്താനം തോമസ് നീ പറഞ്ഞത്? ഒരു കൂട്ടുകാരൻ ചേർന്ന വർത്താനാണിത്. ഞാനും ഓർത്തത് വാടാ ഇപ്പൊ തന്നെ പോയിട്ട് അവരെ രമ്യതയെത്തിക്കുന്നു നീ പറയുന്ന. എടാ അതൊക്കെ തന്നെയാണ് കേട്ടപ്പോൾ എൻ്റെ മനസ്സിലുള്ളതേ. പക്ഷേ ഒരു എന്താണ് ഒരു പക്ഷേ? അതല്ലടാ, ഒരു മിനിറ്റ്. ഹലോ. ആ സെബാസ്റ്റ്യൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് ഏട്ടാ വിശേഷം? ഓ നല്ല വിശേഷോടാ. നിന്നെ കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലോ. അതെപ്പോ എവിടെയെങ്കിലും കാണാലോ. ഇതെന്ത്? അതെ ചേട്ടാ, ഞാനൊരു വിവരം അറിഞ്ഞേ, അതിനെപ്പറ്റി ചോദിക്കാനായിരുന്നു. എന്ത് വിവരം? അത് പിന്നെ ചേട്ടനും ജോസും തമ്മിലേ ഈ ട്രാൻസ്ഫോമറിന്റെ അടുത്ത് വെച്ചേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഓ അതോ, അതവൻ്റെ വണ്ടി അവിടെ വെച്ചിരുന്നു, തൊട്ടടുത്ത് എൻ്റെ വണ്ടി.
ഞാൻ വണ്ടി എടുക്കാൻ നേരം അവൻ്റെ വണ്ടിയിലൊന്ന് മുട്ടി. അത് സ്റ്റാൻഡിൽ നിന്ന് തെന്നി വീണു. ആ ഒരു സൈഡിലെ ഇൻഡിക്കേറ്റർ ഒടിഞ്ഞു. ഇത് കണ്ടുകൊണ്ട് വന്ന അവൻ ഞാൻ വണ്ടി എടുത്ത് നിവർത്തി വയ്ക്കുന്നതിന് മുമ്പ് വണ്ടി എടുത്ത് സ്റ്റാൻഡിൽ വെച്ചു. പിന്നെ വായ തോന്നിയതൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു ഞാൻ ശരിയാക്കി തരാം. എവിടെ? അവൻ നിർത്തണ്ടേ? ഞാൻ മനഃപൂർവ്വം അവൻ്റെ വണ്ടി മറച്ചിട്ട് ഇൻഡിക്കേറ്റർ പൊട്ടിച്ചതാണെന്നാ അവൻ പറയണത്. അല്ല, അങ്ങനെയാണെങ്കിൽ ആ വഴക്കൊന്നും നമുക്ക് പറഞ്ഞു തീർക്കണ്ട ചേട്ടാ. ആരാ? ആൻഡോയോ? അതെ ചേട്ടാ. ആ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവന് വീണ്ടും വിളിക്കുകയാണ്. സ്പീക്കറിലിട്ടാ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആണോ? എടാ, ഞാൻ സംഗതി അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലെങ്കിലും ഞാൻ ഇൻഡിക്കേറ്റർ ശരിയാക്കി കൊടുത്തു. ഞങ്ങൾ തമ്മിൽ ലോഹ്യത്തിൽ സംസാരിച്ച് ആ പ്രശ്നം തീർത്തു. ആണോ? അതൊന്നും അറിയാൻ വേണ്ടിയിട്ടായിരുന്നേ. അപ്പം ശരി ചേട്ടാ. ആ ശരിയടാ താമസേ. വേണ്ടാത്ത കാര്യത്തിൽ തലയിടരുത്. പാപികളുടെ വിധി തീർപ്പിൽ പങ്കാളിയാകരുത്. പ്രഭാഷകൻ 11-ാം അധ്യായം 9-ാം വാക്യം. ഹലോ. ആ എടാ ജോസേ, ഇത് ഞാനാണ് ആൻഡോ. എന്താടാ ആ സെബാസ്റ്റ്യൻ ചേട്ടനും നീയും തമ്മിലൊരു പ്രശ്നം? ഏയ് പ്രശ്നമൊന്നുമില്ലടാ. സംഗതി പുള്ളി എനിക്ക് വണ്ടി ശരിയാക്കി തരികയും ചെയ്തു. പിന്നെ ഞാനതങ്ങ് വിട്ടറ. അങ്ങേരത് മനഃപൂർവ്വം ചെയ്തല്ലെന്നാണ് പറയണത്. ഇപ്പൊ ഞാനും തോമസും കൂടി പുള്ളിക്കാരോട് സംസാരിച്ചതേ ഉള്ളൂ. ഏയ് ആ വക വർത്താനൊന്നും പറയണ്ട. വണ്ടി ഇരിക്കണ കണ്ടുകൊണ്ടേ മനഃപൂർവ്വം അങ്ങേരുടെ വണ്ടി ബാക്കിലേക്ക് എടുത്തിട്ട് എൻ്റെ വണ്ടി മറിച്ചിട്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ല, ഞാനത് വിട്ട്. അതേടാ, അതാ നല്ലത്. ആ തോമസേ, എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത വഴിക്കണൊക്കെ പോണത്? അല്ല ഞാൻ പറയായിരുന്നേ ഞാൻ ആ പ്രശ്നം വിട്ടെന്ന്. പിന്നെ നിങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ശരിയടാ. ആ എടാ ആൻഡോ. ആ ഹലോ. ആ എടാ ഞാൻ പിന്നെ വിളിക്കടാ, വേറൊരു കോള് വരുന്നുണ്ട്. അപ്പം ശരിയടാ. ഛേ, എന്താടാ അവര് പ്രശ്നം പറഞ്ഞ് തീർന്നല്ലേ, പിന്നെ നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അതല്ലടാ, അവർ രണ്ടുപേരും കൂടി സംസാരിച്ചതേ നീ കേട്ടില്ലേ? കേട്ടില്ലെന്നാ? നമ്മൾ രണ്ടുപേരോട് ഇവിടെ നിന്നല്ലേ കേട്ടത്. രണ്ടുപേരും കൂടി കേട്ടു. പക്ഷേ അവരുടെ സംസാരത്തിനിടയിൽ ചില കൊനിഷ്ടുകൾ നീ ശ്രദ്ധിച്ച? കുനിഷ്ടുകളാ? ആ ഒരാള് പറഞ്ഞു ഞാനത് മനഃപൂർവ്വം ചെയ്തതല്ലെന്ന്. ജോസ് സെബാസ്റ്റ്യൻ ചേട്ടൻ മനഃപൂർവ്വം ചെയ്തതാണെന്നും പറഞ്ഞു. ഈ പറഞ്ഞ രണ്ട് ഉടക്കുകളും ഓരോ കനലുകളാ. എപ്പോ വേണമെങ്കിലും ആളിക്കത്താവുന്ന കനലുകൾ. അതല്ലേ അവര് തമ്മിൽ പറഞ്ഞു തീർത്തെന്ന് പറഞ്ഞത്. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്നും തിന്മ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. ലൂക്ക 6-ാം അധ്യായം 45-ാം വാക്യം. അതുകൊണ്ടൊന്നും ആയില്ല. അതെപ്പോ വേണമെങ്കിലും ഇവര് തമ്മിലുള്ള വഴക്കിന് തിരികൊളുത്താനുള്ള വെടിമരുന്നുകളാ. ആ വെടിമരുന്ന് കൂട്ടുകാരാവുന്ന നമ്മൾ കൂട്ടത്തിലിരുന്ന് സമാധാന ചർച്ചയിലൂടെ വെള്ളമാകുന്ന നമ്മുടെ ഉപദേശ വാക്കുകൾ കൊണ്ട് അണക്കണം. അങ്ങനെ ഈ പ്രശ്നത്തിലെ കനലുകളും വെടിമരുന്നുകളും ഒരിക്കലും അവരുടെ ഓർമ്മകളിൽ പോലും ഇല്ലാത്ത വിധം നമ്മൾ കഴുകിക്കളയണം. അവര് തമ്മിൽ പറഞ്ഞു തീർത്ത പ്രശ്നം ആ നമ്മുടെ സാന്നിധ്യത്തിൽ പറഞ്ഞു സോൾവ് ചെയ്യണം. അതല്ലേ നീ പറഞ്ഞു വന്നത്? അത്രേ ഉള്ളൂ. ആ നാളെ ഒരിക്കൽ ഇതിൻ്റെ പേരിൽ സെബാസ്റ്റ്യൻ ചേട്ടനും ഈ ജോസും തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ടായി എന്തെങ്കിലും സംഭവിച്ചാൽ, അല്ല എന്തെങ്കിലും സംഭവിക്കാന്ന് പറഞ്ഞാ എൻ്റെ തോമാച്ച വാക്ക് തർക്കം മൂത്ത് സെബാസ്റ്റ്യൻ ചേട്ടൻ
ഒരു വടി എടുത്തിട്ട് ഈ ജോസിനിട്ട് ഒരടി, അതും തലക്ക്. അല്ല, അങ്ങനെ ഉണ്ടായാലും നമുക്ക് പ്രാർത്ഥിക്കാം. മറിച്ച് ജോസ് ഒരു കമ്പെടുത്ത് ഈ സെബാസ്റ്റ്യൻ ചേട്ടന്റെ വയറിന് നേരെ ഒരൊറ്റ കുത്ത്. അല്ല, അങ്ങനെ ഉണ്ടാകാൻ വേണ്ടിയില്ല ഞാൻ പറഞ്ഞത്. അല്ല, അങ്ങനെ ഉണ്ടായാലും നമുക്ക് പ്രാർത്ഥിക്കാം. അല്ല, നീ ഒന്ന് നിർത്തിയത്. എനിക്ക് വല്ലാതെ പേടി തോന്നണ്. കണ്ടോ, കേട്ടിട്ട് ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ നടന്നാൽ നീ എൻ്റെ മുഖത്ത് നോക്കുവോ, ഞാൻ നിന്റെ മുഖത്തും. അപ്പം നമ്മുടെ ഇരുവരുടെ മനസ്സിൽ ഒരൊറ്റ കാര്യമേ തെളിയുള്ളൂ. അതവിടെ നിന്ന് ക്ലിയർ ആയിട്ട് അന്ന് ക്ലിയർ ചെയ്തിരുന്നെങ്കിൽ എന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ഒന്നിച്ചിരുത്തി അവരുടെ പ്രശ്നം പറഞ്ഞു തീർക്കണമെന്ന്. അത് ചെയ്യാന്ന്, അതിനാണല്ലോ നമ്മൾ പോണത്. അല്ല, എന്നാലും നിന്നെ സമ്മതിക്കണോട്ടാ. സത്യം പറഞ്ഞ നീ എവിടം വരെ ചിന്തിച്ചു? ഇത് കേൾക്കുമ്പോ തോന്നിയേ എനിക്കിത് ആദ്യം ചിന്തിക്കാൻ പറ്റാത്ത എന്താണ്. ശുദ്ധഗതിക്കാരൻ എന്തും വിശ്വസിക്കുന്നു, ബുദ്ധിമാൻ ലക്ഷ്യത്തിൽ തന്നെ ശ്രദ്ധ വയ്ക്കുന്നു. സുഭാഷിതങ്ങൾ 14-ാം അധ്യായം 15-ാം വാക്യം. എന്റെ തോമാച്ച, എന്തിനും ഏതിനും അതിൻ്റെതായൊരു സമയമുണ്ട്. ചിലപ്പോ നാളെ ഒരിക്കൽ വേറൊരു പ്രശ്നത്തില് ഇതിലേലും വലിയ ഐഡിയയിലേക്ക് നീ പറയണത്. മനസ്സിലായ? ആ വാ. ആ നിങ്ങളിപ്പോ ഫോൺ ചെയ്തല്ലേ ഉള്ളൂ, പിന്നെന്താ ഇങ്ങോട്ട് പോന്നത്? ഇവന് ഒരേ ഒരു നിർബന്ധം, ആ, ആ പ്രശ്നം അങ്ങ് പറഞ്ഞു തീർക്കണം. ഹേ, അത് ഞങ്ങൾ വർക്ക്ഷോപ്പിൽ വെച്ച് സംസാരിച്ചതല്ലേ, സംസാരിച്ച് തീർന്നതാ എന്ന് കരുതി ആ ജോസ് ചേട്ടനെ പറഞ്ഞതെല്ലാം മനസ്സിൽ നിന്ന് പോയെന്ന് ഉറപ്പിച്ച് ചേട്ടന് പറയാൻ പറ്റുമോ? അത് ശരിയാ. ആ കണ്ട, ഞാൻ പറഞ്ഞില്ലേ. അത് പിന്നെ അതവൻ്റെ വിവരക്കേട്, അത്രേ ഞാൻ കരുതുന്നുള്ളൂ. ഈ പ്രായമുള്ള എന്നെ പറയാൻ പറ്റിയ വർത്തമാനമൊന്നും അല്ലല്ലോ അവനന്ന് പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. അത് മുഴുവനും നേരിട്ടിരുന്ന് പറഞ്ഞ് ചേട്ടന്റെ മനസ്സിൽ സമാധാനം വരണം. ശരിയാണ് ഏട്ടാ. ചേട്ടനൊരു വൈകിട്ടൊരു 6:30 മണിയാകുമ്പോഴേ നമ്മുടെ പള്ളിക്കടവിലേക്ക് വാ. അവിടെ ജോസിനോട് വരാൻ പറയാം. എനിക്കതില് എതിരഭിപ്രായമൊന്നുമില്ല, ഞാൻ വരാം. അല്ലേ പിന്നെ കൂട്ടുകാരാണ് നാട്ടുകാരാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെയൊക്കെ നടക്കുന്നതിൽ വല്ല അർത്ഥം ഉണ്ടാ ചേട്ടാ? ഈ സമാധാന ചർച്ചയ്ക്ക് മുന്നിട്ടിറങ്ങിയത് ഇവനാണ്, ഈ ആൻഡോ. അപ്പോ 6:30 മണിക്ക് അവിടെ കാണാൻ ചേട്ടാ. ഇവിടെ നിന്ന് അങ്ങോട്ട് വരണ ചേട്ടനായിരിക്കൂല ഇങ്ങോട്ട് തിരിച്ചു വരണത്. ഇന്ന് ചേട്ടൻ സമാധാനപൂർവ്വം കിടന്ന് ഉറങ്ങും. തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. സങ്കീർത്തനങ്ങൾ 34-ാം അധ്യായം 13-ാം വാക്യം. നോക്കിക്കോ, ഈ ആൻഡോയാണ് പറഞ്ഞത്. ഓക്കെ ഏട്ടാ, ശരി എന്നാ വാ. ആ സെബാസ്റ്റ്യൻ ചേട്ടൻ എന്ത് സിമ്പിള് മനുഷ്യനാടാ. അല്ല, ഇനിയിപ്പോൾ അവനെ കാണണ്ടേ, ആ ജോസിനെ? പിന്നല്ലാതെ ആദ്യം വിളിച്ചു നോക്കാം. എവിടെയാണെന്ന് വെച്ചാ നമുക്ക് നേരിട്ട് ഒന്ന് കാണാം, എന്നിട്ട് കാര്യം പറയാം. ഇത് കേൾക്കുമ്പോൾ ജോസിന് സന്തോഷമാവും. ആ സെബാസ്റ്റ്യൻ ചേട്ടൻ്റെ സന്തോഷം നീയും കണ്ടതല്ലേ. ഞാൻ നിന്നെ സമ്മതിച്ചെന്നറിയുന്നതാ. ഈ വഴക്ക് പറഞ്ഞ് തീർക്കണമെങ്കിണ്ടല്ലോ, അത് ഇങ്ങനെ വേണം.
തോമാച്ച ആ മനസ്സിന്റെ ആഴങ്ങളിൽ ഇറങ്ങിച്ചെന്ന് തെറ്റിദ്ധാരണയുടെയും പിണക്കങ്ങളുടെയും എല്ലാം ചെറു കണികൾ വരെ വേരോടെ ഇങ്ങോട്ട് പിഴുതെടുക്കണം. അല്ല നീ വിളിക്കണോ ഞാൻ വിളിക്കണോ ജോസിനെ? ആര് വിളിച്ചാൽ എന്താണ്? പ്രശ്ന പരിഹാരമാണ് നമ്മുടെ ലക്ഷ്യം. ആ ഹലോ. ആ ജോസേ, ഇത് ഞാനാ തോമസ്. ആ ആ പറയടാ. നീ ഇപ്പൊ എവിടെ ഉണ്ട്? ഞാനിപ്പോ ഈ നമ്മുടെ പള്ളിയുടെ പുറയിലുണ്ട്. എന്താടാ? അല്ല ഞങ്ങൾക്ക് നിന്നെ ഒന്ന് കാണണല്ലോടാ. ഞങ്ങളോ? ആ എൻ്റെ കൂടെ ആൻറ്റോയി ഉണ്ടേ. ഹലോ, എന്താടാ വല്ല ഇടങ്ങേറ് കേസുവാണോ? അല്ലേ നേരത്തെ പറഞ്ഞ ആ പ്രശ്നം തന്നെയാണ്? അതേടാ. എടാ നിങ്ങളിപ്പോ എവിടെയുള്ളത് ഇപ്പോ ആ ഞങ്ങളിപ്പോ ആ മരിയ ബിൽഡിംഗ് ഇല്ലേ, അതിന്റെ പുറകിലുണ്ട്. ആ ഞാൻ അങ്ങോട്ട് വരാം. തെറ്റു ചെയ്യുന്നവരുടെ മാർഗം കുടിലമാണ്, നിഷ്കളങ്കരുടെ പെരുമാറ്റം നേർവഴിക്കുള്ളതും. സുഭാഷിതങ്ങൾ 21 അധ്യായം 8 വാക്യം. എന്താടാ? അവൻ ഇങ്ങോട്ട് വരാന്ന്. ആ ആ ആ ശരിയടാ, ഓക്കെ. എടാ അൻ്റപ്പ, ഉം. എനിക്കിപ്പോ അന്ന് ഞാൻ ആ ചേട്ടനെ എന്തൊക്കെ പറഞ്ഞെന്നോ ആ ചേട്ടനെ എന്നെ എന്തൊക്കെ പറഞ്ഞെന്നോ എനിക്കൊരു ഓർമ്മയില്ല. പിന്നെ ഞാനെന്നങ്ങനെയൊക്കെ പറഞ്ഞപ്പോ പുള്ളിക്ക് നല്ല വിഷമം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങളിങ്ങനൊരു കാര്യം പറഞ്ഞപ്പോ അത് നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നി. അതാ ഞാൻ നിങ്ങൾ പറഞ്ഞ ഉടനെ സമ്മതിക്കുകയും ഇവിടെ വരാനും കാരണം. അതല്ലെങ്കിലും നമ്മളൊക്കെ ആജീവനാന്തം ശത്രുക്കളൊന്നും അല്ലല്ലോ. പെട്ടെന്നൊരു ദേഷ്യത്തില് എന്തെങ്കിലുമൊക്കെ ആണ് വിളിച്ചു പറയും, അത് അവിടെ കഴിഞ്ഞു. അങ്ങനെ പറയരുത്. പെട്ടെന്നുള്ള ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. വായി തോന്നിയതുപോലെ വിളിച്ച് പറയാൻ നിൽക്കരുത്. അല്ല അവനൊരു കോമൺ ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞതേ. അങ്ങനെ കഴിഞ്ഞ അവൻ സമാധാനം നടപ്പിലാക്കുന്ന മനുഷ്യരിൽ പുലിയായിരിക്കും പുലി. ആ സഭാഷണേട്ടൻ വന്നല്ല. ഞാൻ ഒരൽപ്പം വൈകി പോയിടാ, ക്ഷമിക്കേ. ആ ജോസേ, തോമസേ. ആ ചേട്ടാ, സത്യം പറഞ്ഞ എനിക്ക് ചേട്ടനോട് വഴക്കൊന്നുമില്ല. എനിക്കില്ലടാ. അങ്ങനെയല്ല, നിങ്ങളെ രണ്ടുപേരെയും വിഷമിപ്പിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. ഈ അത് എന്താന്ന് വെച്ചാലേ എനിക്ക് ഈ വണ്ടിയെ ഈ മനഃപൂർവ്വം ചേട്ടൻ മറിച്ചിട്ടതായിട്ടാണ് തോന്നിയത്. അതാണ് ഞാൻ ദേഷ്യപ്പെട്ടത്. അപ്പൊ നീ എന്റെ തല തല്ലി പൊളിക്കുന്നു പറഞ്ഞതാ? അതാ എനിക്ക് കലി കയറിയത്. അത് നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. എടാ നീയൊക്കെ എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത് സമാധാന ചർച്ചക്കാണ്, അല്ലെങ്കിൽ ഇയാളുടെ മുമ്പിൽ വെച്ച് എന്റെ കുറ്റം പറയാനാണ്? ഇതാ എന്റെ കുഴപ്പം. എന്തെങ്കിലും പറയാന്ന് വെച്ചാ അപ്പൊ അവൻ കൊറോടും. അങ്ങനെ പറയലേട്ടാ. ഇയാൾ എന്നെ പട്ടിന്ന് വിളിച്ചാലും നിനക്കൊന്നും പറയാനില്ലേ? നീ ഒരുത്തനാണ് അതിന് കാരണക്കാരൻ. ഇവനെ പട്ടിന്ന് വിളിച്ച നിനക്കെന്താ? ഞാൻ താൻ വണ്ടിയായിട്ട് ഇനി പുറത്തിറങ്ങി കാണിച്ചു തരാം എന്താണെന്ന്. നീ പോടാ. നീ എന്ത് ചെയ്യും? നീ നിന്റെ നീ എന്ത് ചെയ്യാനാ? നിനക്കേം വെച്ചിട്ടുണ്ട്. നീ എന്നെ വിളിച്ചു വരുത്തിയിട്ട് തല്ലു കുടിക്കുന്നോ? അടി കണ്ട് രസിക്കണോടാ. ഓടാ ഓടന്ന് ചാവട്ടി കൂട്ടി ഞാൻ എന്റെ അടുത്ത് അവന്റെ അഭ്യാസം. എന്താണ് ഇവിടെ നടന്നത്?
നീ എന്തീ കാണിച്ചത്? പകല് മുഴുവൻ വെള്ളം കോരിട്ടെ വൈകിട്ട് കല ഉടച്ചതുപോലെ ആയില്ലേ? ഇങ്ങോട്ട് നോക്കിയാ എടാ, സത്യം പറയടാ, ഈ പകല് മുഴുവൻ എന്നെയും കൂട്ടി നടന്നിട്ട് ഈ പരിപാടികൾ മുഴുവൻ ഒപ്പിച്ചതേ അവര് തമ്മില് അടി വീഴുന്ന കാണാൻ വേണ്ടിട്ടല്ലടാ. ആ അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇത് തന്നെ കിട്ടണം. പക്ഷെ എനിക്കെന്തിനാ ഇത് കിട്ടിയെന്നാ ഞാൻ ആലോചിക്കുന്നത്. നിന്റെ കൂടെ ഈ ഏടകൂടത്തിന് നടന്നതിനാ. മനുഷ്യരെ, ഞാൻ നിങ്ങളോടാണ് വിളിച്ചു പറയുന്നത്. നിങ്ങളെല്ലാവരെയുമാണ് ഞാൻ ആഹ്വാനം ചെയ്യുന്നത്. അല്പബുദ്ധികളെ, വകതിരിവ് പഠിക്കുവിൻ. സുഭാഷിതങ്ങൾ 8-ാം അധ്യായം 4-ാം വാക്യം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.